അപ്പോൾ നോക്കൂ നിങ്ങൾ, അനുയായികളും നേതാക്കന്മാരും ഒരുപോലെ ശിക്ഷ കൺമുമ്പിൽ കാണുന്ന ആ രംഗം അനുയായികളിൽ നിന്ന് നേതാക്കന്മാർ അകലുന്നു, ഒഴിയുന്നു, നിരുത്തരവാദികളാകുന്നു, വഴിമാറുന്നു. തീർന്നോ? ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തുടരുന്നു, വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ്. സബബുകൾ, ബന്ധങ്ങൾ അവരുടെ കുഫർ കാരണത്താൽ അല്ലെങ്കിൽ അവരെ തൊട്ട് അല്ലെങ്കിൽ ആ സബബുകൾ അവരോടൊപ്പം ഉണ്ടായിരിക്കെ മുറിഞ്ഞു പോവുകയും നിലച്ചു പോവുകയും ചെയ്യും എന്നാണ്. വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ് എന്നത് ഈ ശിക്ഷ കാണുന്ന രംഗം, ശിക്ഷയിൽ നിന്ന് തങ്ങളെ രക്ഷപ്പെടുത്താൻ ആരുമേ ഇല്ല, ഒന്നുമേ ഇല്ല, രക്ഷക്കും മോക്ഷത്തിനും ഒരു വഴിയുമില്ല എന്നുള്ളത് ഉദ്യോതിപ്പിക്കുവാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഷയത്തിൽ പ്രയോഗിച്ച പ്രയോഗങ്ങൾ വതഖത്തഅത് ബിഹിം അൽ അസ്ബാബ് എന്നാണ്. അപ്പോൾ ആ പ്രയോഗത്തിൽ അതിൻ്റെ ഉദ്ദേശം പറയപ്പെട്ടതാണെങ്കിലും ചില പ്രത്യേകതകളും വിഷയങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്. അത് നമുക്ക് ഈ തുടർച്ചയിൽ ഒന്ന് ഓർത്ത് മനസ്സിലാക്കി പോകാം. ഈ ആയത്തിൽ തുടക്കത്തിൽ അല്ലാഹു ഇസ്തബറഅ എന്നാണ് പറഞ്ഞത്. അതേപോലെ വറഔ, ഇവിടെ വതഖത്തഅത്, ഈ ക്രിയകൾ നോക്കൂ നിങ്ങൾ. തബറഅ ഭൂതകാല ക്രിയയാണ്, റഔ എന്നതും ഭൂതകാല ക്രിയയാണ്, തഖത്തഅത് എന്നതും ഭൂതകാല ക്രിയയാണ്. എന്നാൽ ഈ ക്രിയകൾ അറിയിക്കുന്ന സംഭവങ്ങൾ സംഭവിക്കാനിരിക്കുന്നതാണ്, വരാനിരിക്കുന്നതാണ്. പരലോകം സംഭവിച്ച് അന്ത്യനാൾ ആഗതമായി വിചാരണയുടെ വേദിയിൽ നടക്കാനിരിക്കുന്നതാണ്. ഭാവി കാലക്രിയ പ്രയോഗിക്കേണ്ടിടത്ത് എന്തുകൊണ്ട് ഭൂതകാലക്രിയ ആവർത്തിച്ച് പ്രയോഗിക്കപ്പെട്ടു? അതിൽ ഈ തഹഖുഖിൽ വുഖൂ, ഇത് സംഭവിക്കുമെന്നുള്ളത് സ്ഥിരീകരിക്കാനും ഉറപ്പിക്കാനുമാണ്. സംഭവിച്ച ഒരു സംഗതി എത്രമേൽ നമുക്ക് ഉറപ്പിക്കാം, തീർപ്പാക്കാം, അതുപോലെ ഉറപ്പിക്കാവുന്ന, തീർപ്പാക്കാവുന്ന വിഷയങ്ങളാണ് ഈ വരാനിരിക്കുന്ന വിഷയങ്ങളെല്ലാം എന്നത് ബോധ്യപ്പെടുത്താനാണ് ഈ ഭൂതകാല ക്രിയകളുടെ പ്രയോഗം.